ENLIGHT കോളേജ് 8 മാസം കൊണ്ട് +2 SSLC എല്ലാ വർഷവും 100% വിജയം. PSC UPSC അംഗീകാരം. LLB എൻട്രൻസ് കോച്ചിംഗ് 3-year 5-year LLB പ്രവേശന പരീക്ഷാ പരിശീലനം. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ BA BCom MA MCom B.Ed എല്ലാ കോഴ്സുകൾക്കും റെഗുലർ ശനി ഞായർ ക്ലാസുകൾ. ENLIGHT കോളേജ് ടോംസ് NIOSന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന വിഷയം നിങ്ങളുടെ പ്രാക്ടിക്കൽ പരീക്ഷ മാർച്ച് 14-ാം തീയതി മുതൽ മാർച്ച് 26-ാം തീയതി വരെയാണ്. പക്ഷേ എന്ന് കരുതിയിട്ട് ആ നോട്ടിഫിക്കേഷനിൽ കാണുന്ന തീയതികളിൽ ആയിരിക്കില്ല നിങ്ങളുടെ AI സെൻറ്ററുകളിൽ പ്രാക്ടിക്കൽ പരീക്ഷ ഉണ്ടാവുക. പ്രാക്ടിക്കൽ പരീക്ഷ നിങ്ങളുടെ AI സെൻറ്ററുകളിൽ ആണ് ഉണ്ടാവുക. അതായത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ കാണിച്ചിരിക്കുന്ന അതേ സെൻറ്ററിലാണ് ഉണ്ടാവുക. അപ്പോൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കലിൻ്റെ ഹോൾ ടിക്കറ്റ് വരുമ്പോഴാണ് മനസ്സിലാവുക. അപ്പോഴും മനസ്സിലാക്കണം, ഹോൾ ടിക്കറ്റിൽ കാണിച്ചിരിക്കുന്ന തീയതികളിൽ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല നിങ്ങളുടെ ആ റെസ്പെക്റ്റീവായിട്ടുള്ള പ്രാക്ടിക്കൽ വിഷയങ്ങളുടെ പരീക്ഷ നടക്കുന്നത്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ കൺസേൺഡ് AI സെൻറ്ററിൽ ഹോൾ ടിക്കറ്റ് വന്നതിന് ശേഷം വിളിച്ച് ചോദിച്ചിട്ട് വേണം പോകുവാനായിട്ട്. ഏതെങ്കിലും സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോയിൻ ചെയ്ത് അവിടെ കോഴ്സ് നടക്കുന്ന കുട്ടികളാണെങ്കിൽ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ തിരക്കേണ്ടതാണ്. സ്വാഭാവികമായിട്ടും സ്വകാര്യ സ്ഥാപനങ്ങൾ നിങ്ങളെ വിളിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ തരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് അവിടെയൊക്കെ ചേർന്നിട്ടുള്ള കുട്ടികൾക്ക് ആശങ്കയുടെ അടിസ്ഥാനമില്ല. എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനവുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. അതുപോലെ നിങ്ങളുടെ പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ട തീയതി 1-ാം തീയതി മുതൽ ആരംഭിച്ച വിവരം എല്ലാവരും അറിഞ്ഞു കാണും. നിങ്ങളുടെ പരീക്ഷാ ഫീസ് ഫൈൻ ഇല്ലാതെ, അതായത് ഏപ്രിൽ മാസം നടക്കാൻ പോകുന്ന പരീക്ഷയുടെ പരീക്ഷാ ഫീസ് വിത്തൗട്ട് ഫൈൻ നിങ്ങൾക്ക് അടയ്ക്കേണ്ട തീയതി ജാനുവരി 31 വരെയാണ്. പക്ഷേ ശ്രദ്ധിക്കണം, അവസാന തീയതിക്ക് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ അത് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്, സൈറ്റ് ജാം ആകാം. അതുകൊണ്ട് അടയ്ക്കാൻ കഴിവുള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് ആ പരീക്ഷാ ഫീസ് അടച്ച് ലേറ്റ് ഫീയിൽ നിന്നും രക്ഷപ്പെടുക. 1-ാം തീയതി ഫെബ്രുവരി 1 മുതൽ ഫെബ്രുവരി 10 വരെ ഓരോ സബ്ജക്റ്റിനും 100 രൂപ, അതായത് 5 വിഷയമുണ്ടെങ്കിൽ 500 രൂപയും 7 വിഷയമുണ്ടെങ്കിൽ 700 രൂപയും നിങ്ങൾക്ക് ഫൈൻ അടയ്ക്കേണ്ടി വരും. വലിയ തുകയാണ് ഫൈനായിട്ട് വരുന്നത്. പിന്നീട് അതായത് 11th ഫെബ്രുവരി മുതൽ 20-ാം തീയതി ഫെബ്രുവരി വരെ നിങ്ങൾക്ക് വരുന്ന ഫൈൻ 1500 രൂപയാണ്. അതായത് ടോട്ടൽ പരീക്ഷാ ഫീസിൻ്റെ കൂടെ പ്ലസ് 1500 രൂപ അതുകൂടി അടച്ചാലാണ് പരീക്ഷ എഴുതാൻ കഴിയുകയുള്ളൂ. ഫെബ്രുവരി 20 കഴിഞ്ഞാൽ പരീക്ഷാ ഫീസ് അടയ്ക്കുവാനുള്ള ഓപ്ഷൻ ഇല്ല എന്നുകൂടി മനസ്സിലാക്കണം. അതിനുശേഷം ആർക്കും പരീക്ഷാ ഫീസ് അടയ്ക്കാൻ കഴിയില്ല. പല കുട്ടികളും അവസാന നിമിഷം വെച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, അവസാന ദിവസമൊക്കെ പരീക്ഷാ ഫീസ് അടയ്ക്കുമ്പോൾ ചില കേസുകളിൽ ആ പൈസ റീഫണ്ട് വരാം, ചിലപ്പോൾ NIOSന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകാതിരിക്കാം. അങ്ങനെ പല പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ പ്രശ്നങ്ങൾ കൂടുതൽ വരുന്നത് സ്വന്തമായിട്ട് രജിസ്റ്റർ ചെയ്ത് വരുന്ന കുട്ടികൾക്കാണ്. പലപ്പോഴും ഇങ്ങനെ പരീക്ഷാ ഫീസ് അടയ്ക്കുമ്പോൾ കോംപ്ലിക്കേഷൻ വന്ന് ഫീസ് ക്രെഡിറ്റ് ആവാതിരിക്കുകയും പരീക്ഷ എഴുതാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് ആ കാര്യങ്ങളിൽ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കുമ്പോൾ മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും ഡേ ടൈമിൽ എന്നെ വിളിക്കരുത്. വളരെ എമർജൻസി ഉള്ള കേസുകൾ മാത്രം എന്നെ ഡേ ടൈമിൽ വിളിക്കുക. അല്ലാതെ ഡേ ടൈം വിളിക്കരുത്. ഒരു ആഫ്റ്റർ 6:30 വൈകുന്നേരം 6:30 ശേഷമാണെങ്കിൽ ഞാൻ ഫ്രീ ആണ്, സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിന്നെ ഒരു കാര്യം ചെയ്യണം, നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ഇനിയും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ കമൻസും ചെയ്തേക്കണം. മോശമായാലും നല്ലതായാലും സംശയങ്ങൾ പരമാവധി നിങ്ങൾ കമൻസ് ചോദിക്കുക. അപ്പോൾ അതാവുമ്പോൾ എനിക്ക് സ്വസ്ഥമായിട്ട് നിങ്ങൾക്ക് ഇടാനുള്ള സൗകര്യമുണ്ടാവും. അതുപോലെ അത് കാണുന്ന ആളുകൾക്ക് അവർക്കും ഇതുപോലെ സിമിലർ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർക്കും ഒരു മറുപടി ആയിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോയുമായി വീണ്ടും വരാം. ഞാൻ പ്രദീപ് കുമാർ, ചെയർമാൻ ENLIGHT കോളേജ്. ബൈ ബൈ.